Hi everyone, it's me Momsi. Welcome to day 12 of our 21 days self-love evolution challenge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിൽ പലരും നമ്മൾ അറിയാതെ തന്നെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു തരം ഹെവിനെസ് ഉണ്ട്, ഭാരമുണ്ട്. ക്ഷമിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാലത്തെ ചില മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളോട് ചെയ്ത നീതികേടുകൾ, ഇത് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തരം നീറ്റലാണ്. ഒരു കല്ല് കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആദ്യത്തെ കുറച്ചു നേരം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നേരം കൂടുന്തോറും ആ കയ്യിൽ വേദന അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവസാനം ആ ഭാരം നമുക്ക് താങ്ങാൻ വയ്യാതാകും. സോ നമ്മുടെ ഭൂതകാലത്തെ സങ്കടങ്ങളും ഇതുപോലെയാണ്. ഇന്ന് നമ്മൾ ആ കല്ല് താഴെ വെക്കാൻ പഠിച്ചാലോ? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ആ തെറ്റ് നിങ്ങളുടെ ഇന്നിനെ, പ്രസന്റിനെ നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുന്നതാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയിലെ പരാജയത്തെ ഓർത്ത് ഇന്നും സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഓർ നിങ്ങളൊരു അമ്മയാണെങ്കിൽ പണ്ടെപ്പോഴോ ചെയ്തൊരു തെറ്റിനെ ഓർത്ത് ഇന്നും നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ നോവിച്ചവർ ആ വേദനയുമായി നടക്കുന്നുണ്ടാകില്ല. പക്ഷെ നിങ്ങളത് ഇന്നും നിങ്ങളുടെ തലയിൽ ചുമന്ന് നടക്കുന്നുണ്ട്. ആ ജയിലിൽ നിന്ന് സ്വയം മോചിതയാകാൻ നിങ്ങൾക്ക് അവരോടും നിങ്ങളോടും ക്ഷമിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ ടിപ്പ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, ദ ലേണിംഗ് ഷിഫ്റ്റ്. നമ്മുടെ ഉള്ളിലേക്ക് ഒരു സങ്കടം വരുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നെ എന്താണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുക. വേദനയെ ഒരു പാഠമാക്കി മാറ്റുമ്പോൾ ആ ഭാരത്തിന് കനം കുറയും. സോ നിങ്ങളുടെ ഭൂതകാലം ഒരു റയർ വ്യൂ മിറർ പോലെയാണ്. പുറകിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ അത് വേണം. പക്ഷേ എപ്പോഴും അതിലേക്ക് നോക്കി വണ്ടി ഓടിച്ചാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. നിങ്ങളുടെ മുമ്പിലെ കാഴ്ചകളിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു എഴുത്താണ്, ഫോർഗിവ്നെസ്. സോ നിങ്ങളോട് തന്നെ ക്ഷമിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എഴുതുക. അത് എഴുതിയിട്ട് ഇന്ന് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് സ്വയം പറയുക. ആൻഡ് രണ്ടാമത്തത്, നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് അവരെ അറിയണമെന്നില്ല, നിങ്ങളുടെ മനസ്സിനുള്ളിൽ അവർക്ക് ക്ഷമിക്കാൻ ശ്രമിക്കുക. ആ ഭാരം ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പീസ് ഉണ്ട്. അത് നിങ്ങളുടെ ഗ്രോത്തിന്റെ പുതിയൊരു തുടക്കമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 12 ഡൺ എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. വരും വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.